ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യത്തെ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ 2 കിലോ ബീഫ് കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ 1 സ്പൂണോളം എരിവുള്ള സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1-1.5 സ്പൂണോളമൊക്കെ ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചത്, നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം 1 സ്പൂണോളം ഇഞ്ചി ചതച്ചതും അതുമാതിരി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വേവിക്കാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു 5-6 വിസിൽ ഒക്കെ ആകുമ്പോഴേക്കും ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി കാച്ചാണ്. നമ്മൾ കറിയിലേക്കൊക്കെ ഉള്ളി കാച്ചില്ലേ, അതേമാതിരി കാച്ചാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവോള ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് വാടി കിട്ടുള്ളൂ 2 കൂടി. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് കാച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഉള്ളി ഒന്ന് കാച്ചി ഉള്ളിയൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 5 പച്ചമുളകും നീളനെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 2 സവോള, ഇത്തിരി മീഡിയം വലിപ്പമുള്ള 2 സവോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറു സവോളയ്ക്ക് ഒരു 3 സവോളയൊക്കെ എടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണേ. തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അല്പം ക്രഷ്ഡ് പെപ്പർ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണോളം ഉണ്ടാവും. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ അല്പം മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നെല്ലറയുടെ മട്ടൻ്റെ മീറ്റ് മസാലയാണ് ഞാൻ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊടി ഇട്ട് കൊടുത്തേക്കണത്. ഇനി നമുക്കൊന്ന് ഇത് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഇനി നല്ലതിലേക്ക് 1/2 സ്പൂണോളം ഗരം മസാല പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് വെള്ളം വറ്റി കിട്ടണം. അപ്പോൾ ഒന്ന് അടച്ചൊന്ന് വേവിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അല്പം ചെറുതായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.